നിയമസഭാ പുസ്തകോത്സവം ഈ വർഷം ജനുവരി 7-ന് ആരംഭിക്കുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. അതിൻ്റെ ആദ്യത്തെ എഡിഷൻ മുതൽ എൻ്റെ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കാനും അതുപോലെ സുഹൃത്തുക്കളുടെ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കാനുമൊക്കെ വേദിയിൽ ഞാൻ എത്തിയിട്ടുണ്ട്. ധാരാളം കുഞ്ഞുങ്ങളും സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള ആളുകളും ഈ പുസ്തകോത്സവത്തിന് എത്തി അവിടെ ധാരാളം സമയം ചെലവഴിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ വലിപ്പച്ചെറുപ്പമില്ലാതെ പ്രസാധകർ അവിടെ പുസ്തകങ്ങളുമായി എത്തുന്നതും കണ്ടിട്ടുണ്ട്. അവരുടെയൊക്കെ ഇടയിലൂടെ നടക്കുന്നത് തന്നെ ഒരു വലിയ സന്തോഷമുള്ള കാര്യമാണ്. ആദ്യത്തെ പുസ്തകം എഴുതിയിട്ട് 25 വർഷമാവുന്ന വർഷമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. ഇത് ആദ്യത്തെ പുസ്തകമായ താരാട്ട് മുതൽ എൻ്റെ ഇതിഹാസത്തിൻ്റെ ഇതളുകൾ എന്ന നോവൽ, അതിനുശേഷം തുഞ്ചത്തെ കാഞ്ഞിരം എന്ന കവിതാ സമാഹാരം, ഇതൊക്കെ പുസ്തകോത്സവത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. നിയമസഭാ പുസ്തകോത്സവത്തിൽ വെച്ച് തന്നെയാണ് എൻ്റെ കഴിഞ്ഞ പുസ്തകമായ തുഞ്ചത്തെ കാഞ്ഞിരം പ്രസിദ്ധീകരിച്ചത്. ഇതിഹാസത്തിൻ്റെ ഇതളുകൾ എന്ന എൻ്റെ നോവൽ ഇപ്പോഴും ഒരുപാട് വായനക്കാർ അതിനെക്കുറിച്ച് എന്നോട് ചോദിക്കാറുണ്ട്. രാമായണം ഒരു പുതിയ അർത്ഥത്തിൽ വായിക്കാനാണ് ഞാൻ അതിൽ ശ്രമിച്ചിരിക്കുന്നത്. ഭരതനും മാണ്ഡവിയും ഒരുപക്ഷെ നായികാനായകന്മാരാകുന്നു എന്ന് നമുക്ക് ഈ നോവലിൽ കാണാം. കൂടാതെ രാമലക്ഷ്മണന്മാരുടെയും ഭരത ശത്രുഘ്നന്മാരുടെയും പുത്രന്മാർ പുതിയ രാജ്യങ്ങൾ ഉണ്ടാക്കുന്നതും ഒടുവിൽ ഭരതൻ്റെ പുത്രൻ തക്ഷശില എന്ന സാമ്രാജ്യം സ്ഥാപിക്കുന്നതുമൊക്കെ ഈ നോവലിൽ ചിത്രീകരിക്കപ്പെടുന്നുണ്ട്. സംസ്കാരത്തിൻ്റെയും അക്ഷരങ്ങളുടെയും ഒക്കെ പ്രതീകമായി നാം കാണുന്ന തക്ഷശിലയിൽ എത്തി നിൽക്കുന്ന ഈ പുസ്തകം ഇനിയും കൂടുതൽ വായനക്കാർ വായിക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഈ അക്ഷരങ്ങളുടെ ഉത്സവം ഈ വർഷവും ആഘോഷമായി മാറട്ടെ. അതിലെത്തുവാൻ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്.